ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വർഷങ്ങൾക്ക് ശേഷം പോയി കണ്ടു. എനിക്ക് ടീസർ കണ്ട സമയത്ത് വലിയ ഹൈപ്പൊന്നും പേഴ്സണലി ഫീൽ ചെയ്തില്ല. കാരണം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു ക്രിഞ്ച് പടമായിരിക്കും. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ എനിക്കെന്തോ മനസ്സ് തെറ്റിയൊരു ഫീൽ കിട്ടും. അങ്ങനെയാണ് ഞാൻ ഈ പടം പോയി കാണാൻ തീരുമാനിക്കുന്നത്. ഇന്ന് ഞാൻ ഈ പടം പോയി കണ്ടു. ആദ്യം ഞാൻ കണ്ട ആവേശമാണ്. ആവേശം അടിപൊളി പടമായിരുന്നു, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അത് കണ്ടിട്ടാണ് ഞാൻ ഇതിന് കയറുന്നത്. അങ്ങനെ അരമണിക്കൂറൊക്കെ ആയി. അരമണിക്കൂറൊക്കെ ആയപ്പോൾ വിചാരിച്ചു പടം കയ്യിൽ പോയി, പടം പൊട്ടി. കാരണം ഭയങ്കര ക്രിഞ്ച് സീൻസ് എനിക്ക് തീരെ പിടിക്കുന്നില്ല. ഭയങ്കര ആർട്ടിഫിഷ്യൽ ഡയലോഗ്സ് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ധ്യാനം പടം മദ്രാസിൽ പോകുന്നൊരു പരിപാടിയുണ്ട്. അവിടെ തൊട്ട് പതുക്കെ പടത്തിൻ്റെ ഗ്രാഫിക് പതുക്കെ. ഇപ്പം അങ്ങനെ ഇൻട്രോയിലൊക്കെ ആയി. ഇൻട്രോയിലായപ്പോൾ എൻ്റെ ഫ്രണ്ട് ചെയ്തിട്ട് പുള്ളി പറഞ്ഞു ചിരിക്കാനൊന്നുമില്ല, അവനൊക്കെ അതൊക്കെ എക്സ്പെക്ട് ചെയ്ത ആൾക്കാരായിരിക്കും. ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ. അപ്പം ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, ഒന്നെങ്കിൽ പടം ഫ്ലോപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം ഒരു ആവറേജ് ഹിറ്റ് ആയിരിക്കും. കാരണം ഒപ്പോസിറ്റ് നിൽക്കുന്ന ആവേശമാണ്. ആവേശം നല്ല റെസ്പോൺസ് ആയിരുന്നു. പിന്നെ മാത്രമല്ല ആഡ് ചെയ്ത് ഇപ്പോഴും പല സ്ക്രീൻസിലും ഉണ്ട്. ഞാൻ വിചാരിച്ചു വർഷങ്ങൾക്ക് ശേഷം തീർന്നു. അപ്പോൾ അങ്ങനെ പടത്തിന് സെക്കൻഡ് ഹാഫ് ഉണ്ട്. ഒരു പറഞ്ഞ വീട്ടിലൊക്കെ വെച്ചൊരു സിനിമയൊക്കെ ഉണ്ട്. അവിടം തൊട്ടാണ് പടത്തിൻ്റെ ഗ്രാഫ് മൊത്തത്തിൽ മാറുന്നത്. അതായത് ഇങ്ങനെ പോകുന്നൊരു പടം കുറച്ചുകൂടെ നന്നായിട്ട് കയറുന്നുണ്ട്. ഭയങ്കര ലെവൽ മൊത്തത്തിൽ മാറി. അത് കഴിഞ്ഞാണ് നമ്മുടെ നിവിൻ പോളിയുടെ വരവ്. നിതിൻ മോളി വന്നാൽ പിന്നെ പടത്തിൻ്റെ ലെവൽ മൊത്തത്തിൽ മാറി. ഇങ്ങനെ കയറിക്കൊണ്ടിരുന്ന പടം നേരെ ഒരു വീട്ടിലായിരുന്നു. എൻ്റെ മുന്നോ ഒന്നും പറയാനില്ല. പുള്ളിക്കാരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എനിക്കൊന്ന് റീസെൻ്റ് ആയിട്ട് ഞാൻ കണ്ടതിലേക്കും വെച്ച് പുള്ളിക്കാരൊരു അഴിഞ്ഞാട്ടുള്ളൊരു പടമാണ്. പുള്ളിക്കാരൻ വന്ന് നിന്നാലും എന്ത് പറഞ്ഞാലും എന്ത് കാണിച്ചാലും എന്ത് തുള്ളിയാലും അടിപൊളിയായിരുന്നു ഇതിനകത്ത്. ഇപ്പോൾ സാറ്റർനൈറ്റ് എന്ന് പറയുന്ന പടത്തിൽ പുള്ളിക്കാരൻ കഞ്ചാവൊക്കെ കഴിച്ച് ബോധം നടക്കുന്ന ഒരാളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ആ ക്യാരക്ടർ അങ്ങനെയാണ്. പക്ഷേ എന്നിട്ടും കാണുമ്പോൾ ഭയങ്കര ക്രിഞ്ച് ഫീലാണ്. ഇതിൽ കുറച്ചൊക്കെ സ്വഭാവമുള്ളൊരു ആളാണ്. എന്നാലും പുള്ളിക്കാരനെ കാണിക്കുമ്പോൾ ആ ചാട്ട ഓട്ടം കാണുന്നതൊക്കെ ഒരു ക്രിഞ്ച് ഫീലേ വരും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ ഒരു ഹ്യൂമർ ഭയങ്കര അടിപൊളിയാണ് ഇതിനകത്ത്. ഒരു സ്വയം ട്രോൾ എന്നാണ്. അത് പുള്ളിക്കാരൻ മാത്രമൊന്നുമല്ല, ഇപ്പോൾ വിനീതാണെന്നുണ്ടെങ്കിലും പ്രണവാണെന്നുണ്ടെങ്കിലും സ്വയമായിട്ട് റോളുണ്ട്. അതൊക്കെ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കറേജ് അല്ലെങ്കിൽ ആ മനസ്സൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. അത് നല്ലതായിരുന്നു ഈ പടത്തിൽ. പിന്നെ ഈ പടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രെയിമിംഗ് ആണ്. ഞാൻ ഇപ്പം ആവേശം കണ്ടപ്പോൾ പറഞ്ഞു അത് കുറച്ച് റിച്ച് ഫ്രെയിമിംഗ് ഉള്ളൊരു പടമാണ്. പക്ഷേ ഇതിനകത്ത് വരുന്ന സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയിമിംഗ് ആണ്. നമുക്ക് എന്ത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്താലും നമുക്ക് വാൾപേപ്പർ ആക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഭവമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പടം നമ്മൾ ഇതിനെപ്പറ്റി എത്ര ഡിസ്കസ് ചെയ്താലും നമ്മൾ മറക്കരുതാത്തൊരു പേരാണ് ധ്യാൻ ശ്രീനിവാസൻ്റെ. കാരണം പടത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പിച്ചൊരു കാര്യമുണ്ട്, പടം പൊട്ടിയാലും പൊട്ടിയില്ലേക്കും ധ്യാൻ ശ്രീനിവാസൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പുള്ളിക്കാരൻ ഇതുപോലെ ഇത്രയും നന്നായിട്ട് ഞാൻ മറ്റൊരു പടത്തിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ തിരയാണെന്നുണ്ടെങ്കിലും കുഞ്ഞിരാമാണെന്നുണ്ടെങ്കിലും മറ്റൊരു ടൈപ്പാണ്. ഇതിൽ പുള്ളിക്കാരൻ്റെ ഒരു ഇമോഷണൽ സൈഡ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ്റെ ക്ലോസപ്പ് ഷോട്ട്സ് ആണെങ്കിലും ഒരു നോട്ടമാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. അത് ഞെട്ടലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വിഷുവിന് പടം പോയി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഒപ്പീനിയനിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം ആവേശം മോശമായിട്ടൊന്നുമല്ല. അതെല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം യൂത്ത് ഓഡിയൻസിന് എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷേ ഇപ്പോൾ ഒരു 50 വയസ്സ് 60 വയസ്സ് ആ ഒരു റേഞ്ചിൽ അതിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ഒന്നും അവിടെ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. ഇഷ്ടപ്പെടാനേ ചാൻസ് ഇല്ലെന്നല്ല, ചാൻസ് കുറവാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സിനിമ പിടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വർഷങ്ങൾക്ക് ശേഷത്തിനെ കൊണ്ടുപോകും. കാരണം ആവശ്യത്തിനുണ്ടായ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതാണ് എനിക്ക് പടത്തിൽ പറയാനുള്ളൊരു കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഒപ്പീനിയൻസ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പം ഇനി ഒരു വീഡിയോ കാണാനായിരിക്കും.